ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്മസ് നോമ്പിലൂടെ കടന്നു പോകുന്നു. ഈ ദിവസങ്ങളിൽ വീണ്ടും ഞാനിത് പറയാൻ കാരണം ഇപ്പം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ നല്ലൊരു കുമ്പസാരം നടത്തണം. ഈ ക്രിസ്ത്യാനികളാണെങ്കിൽ, മാംസം സ്വീകരിച്ച് ക്രിസ്തീയ സഭയിൽ അംഗമായിട്ടുള്ളവരാണെങ്കിൽ, ക്രിസ്മസിന് തൊട്ടു മുമ്പ് പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ നല്ലൊരു കുമ്പസാരം നടത്തണം. അത് നമ്മൾ ആഘോഷിക്കാൻ പോകുന്ന ക്രിസ്മസ് ഏറ്റവും സന്തോഷത്തോടെ ആഘോഷിക്കാൻ നമുക്ക് ശക്തി തരും. കാരണം പരിശുദ്ധാത്മാവ് അശുദ്ധിയിൽ നിറയില്ല. നമ്മുടെ എല്ലാ പാപങ്ങളും മ്ലേച്ഛതകളും കഴുകി കഴിയുമ്പോഴാണ് പരിശുദ്ധാത്മ നിറയുക. നമ്മൾ തെറ്റായ മാർഗ്ഗത്തിലാണെങ്കിൽ ആ മാർഗ്ഗത്തിൽ നമ്മൾ പിന്തിരിയണം. നമ്മൾ പാപത്തിലാണെങ്കിൽ അത് ഉപേക്ഷിക്കണം. നമ്മൾ അശുദ്ധിയിലാണെങ്കിൽ ആ അശുദ്ധി ഉപേക്ഷിച്ച് കൃപയിൽ വ്യാപരിക്കണം. അതുകൊണ്ട് നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. യാക്കോബ് 5:20, പാപിയെ തെറ്റായ മാർഗ്ഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. അതുകൊണ്ട് നമുക്ക് കുമ്പസാരിക്കാം. അനേകരെ നിങ്ങൾ കൊണ്ടുപോകണം. കുമ്പസാരിക്കാമെന്ന് പറഞ്ഞ് ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി വൈദികരുടെ അടുത്ത് മനസ്സ് തുറന്ന് നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുക. നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് കഴിയും. ഉണ്ണീശോയുടെ ആ വലിയ സ്നേഹം നിങ്ങൾക്ക് കിട്ടും. ഈശോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.